ധാരാളം മാങ്ങ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങയുടെ മറ്റൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളപ്പറ്റ് ഇല്ലാതെ തന്നെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ചെത്തിയെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനേ പാടില്ല. പിന്നെ നമുക്ക് മാങ്ങയുള്ള സമയത്ത് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഇത് അച്ചാർ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരു ലെയർ മുറിച്ചിട്ടതിന് ശേഷം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ കൂടി നമുക്ക് മാങ്ങ അരിഞ്ഞിടണം. ഇതുപോലെ ചെത്തിയിട്ടാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അച്ചാറിന് ചെത്ത് മാങ്ങ അച്ചാർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല മൂത്ത മാങ്ങയാണ്, ഏകദേശം പഴുപ്പ് ആവാറായിട്ടുണ്ട്. അപ്പോൾ മാങ്ങ മൊത്തം മുറിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ദിവസം മുഴുവൻ നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് എടുത്ത് നോക്കുന്നത്. അപ്പോഴേക്കും ആ ഉപ്പൊക്കെ നല്ല വെള്ളം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടുകും വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് സാധാരണ മുളക് പൊടി ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് 2 സ്പൂൺ 2-3 സ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം വേണ്ടുന്നത് കായമാണ്. അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി സ്പൂണ് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ മാങ്ങയുടെ ഇതിൽ നിന്നും ഊറി വന്ന വെള്ളം, അതായത് ഉപ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും നല്ല വെള്ളം ആയി വന്നിട്ടുണ്ട്. അത് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനും ആദ്യം ഒഴിക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് നമുക്ക് വേണ്ടുന്നത് മാത്രം ആദ്യം ഇതേപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു പാകം ആയതിനു ശേഷം നമുക്ക് ബാക്കി മാങ്ങ ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ഇല്ലാതെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. ഇനി ഇതിന് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഉപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാങ്ങ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തലേ ദിവസം നമ്മൾ ഉപ്പിട്ട് വെച്ചത് കൊണ്ട് തന്നെ മാങ്ങയിലൊക്കെ നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഇതിനി വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതാണ്. അതിന് ശേഷം നല്ല ഒരു ഗ്ലാസിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുപ്പീൻ്റെ അടിയിലെ ഭാഗത്ത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അല്ലാതെ നമ്മളിതിന് ആദ്യം നല്ലെണ്ണയൊന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മാങ്ങയ്ക്ക് പൂപ്പൽ വരുന്നത് തടയാൻ പറ്റും. ഇനി നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുപ്പിയും ഒന്നും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല. ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയാണ് കുപ്പി എടുത്തത്. അപ്പോൾ മാങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പൂൺ വെച്ചൊന്ന് അമർത്തി ആക്കാം. ഇതൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത് കഴിക്കാൻ തുടങ്ങിയാൽ മതി. ഇനി നമുക്ക് കുറച്ചും കൂടി ചൂടാക്കിയ നല്ലെണ്ണ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഞാനൊരു വാഴയില എടുത്തുകൊണ്ട് വന്നിട്ട് ഇതേപോലെ കുപ്പിയുടെ ഷേപ്പിൽ മുറിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതൊന്ന് തീയിൽ വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായി നല്ലെണ്ണയിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ കുപ്പിയുടെ മുകളിൽ ഈ മാങ്ങക്ക് കവർ ചെയ്യുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ സൂക്ഷിച്ചാൽ നമ്മുടെ മാങ്ങ പൂപ്പലൊന്നും വരാതെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും കുറച്ചൊക്കെ മാങ്ങ കോരിയിടുന്ന സമയത്ത് പറ്റി പിടിച്ചതൊക്കെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതിൽ മുഴുവനും ഇല്ല, ഏകദേശം ഒരു 3/4 ഭാഗത്തോളമുണ്ട്. പിന്നെ നമുക്ക് എയർ ടൈറ്റായിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇനി ഇത് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് തുറന്ന് നോക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.